പ്രവാസിയടക്കം നിരവധി പേരാണ് മാഹിയിലെ വൻ നിക്ഷേപ തട്ടിപ്പിന് ഇരകളായത്. മാഹി സെമിത്തേരി റോഡിൽ ശ്രീനാരായണ ബി.എഡ് കോളേജിന് സമീപം പ്രവർത്തിച്ച നെക്സ വൈബ് ഓൺലൈൻ ഷോപ്പി എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി. സ്ത്രീകൾ ഉൾപ്പെടെ തട്ടിപ്പ് സംഘത്തിലുണ്ട്. നിക്ഷേപിക്കുന്ന സംഖ്യ 200 ദിവസത്തിനകം ഇരട്ടിപ്പിച്ച് തിരിച്ചു നൽകുമെന്ന് വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. മാഹി സ്വദേശിയും പ്രവാസിയുമായ എം ഫസലുവിൽ നിന്നും 18 ലക്ഷം തട്ടിയെന്നാണ് പരാതി. യോഗശാല റോഡിൽ ബ്ലാക്ക് ടൈഗർ എന്ന സെക്യൂരിറ്റി ഏജൻസി നടത്തുന്ന ഫസലു സഹപാഠി മുഖേനയാണ് തട്ടിപ്പ് സംഘത്തെ പരിചയപ്പെട്ടത്. ഫസലുവിന്റെ സ്ഥാപനത്തിൽ നിന്നും മാഹിയിലേക്ക് സെക്യൂരിറ്റിയെ ആവശ്യപ്പെട്ട് വിശ്വാസവും അടുപ്പവും നേടിയ ശേഷം 18 ലക്ഷം രൂപ വാങ്ങുകയായിരുന്നു. പറഞ്ഞ അവധി കഴിഞ്ഞതോടെ പണം തിരികെ ചോദിച്ചെങ്കിലും 6 ലക്ഷം രൂപ മാത്രം തിരികെ നൽകി കൈയൊഴിഞ്ഞു. എത്ര പൈസ കിട്ടുന്നത് ഇതിന്റെ ഇരട്ടി 200 ദിവസം കൊണ്ട് കിട്ടും. എന്റെ മകന്റെ ഒക്കെ ആവശ്യം വരുന്നുണ്ട്. ഞാൻ KSF പോയിട്ട് 24 ലക്ഷത്തിന്റെ കുറേ 18 ലക്ഷത്തിന് വിളിച്ചെടുത്തു. ഷട്ടർ ബാങ്ക് വെച്ചിട്ട് 22-ാം തീയതി നവംബർ 22-ാം തീയതി ഞാൻ അമ്പിളിന്റെ കയ്യിൽ ഒരു കൊടുത്തു. അപ്പൊ അമ്പിളി പറഞ്ഞു എന്റെ പേരിൽ 50,000 അയച്ചു തന്നു, ബാക്കി 10,000 ഞാൻ പറയുന്ന ആൾക്കാർക്ക് കൊടുത്തു. അപ്പൊ ജിൻ മാഷ് എന്ന് പറഞ്ഞാൽ ഈ ചെയർമാൻ, ആ ജിൻ മാഷ് അവർ വിളിച്ചു എന്റെ മുന്നിൽ നിന്ന്. ജിൻ മാഷ് പറഞ്ഞു ഈ 10 ലക്ഷം ഒരാൾക്ക് കൊടുക്ക്, 5 ലക്ഷം ഞാൻ അവിടുത്തെ പേരായി എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു 6 ലക്ഷത്തോളം കിട്ടിയിരുന്നു. പിന്നെ കമ്പനി ചോദിച്ചപ്പോൾ പിന്നെ പറഞ്ഞത് തരാന്ന് പറയുന്നു. ട്രേഡ് മോസ് എന്നിട്ട് വേറൊരു കമ്പനി ഉണ്ട്, അത് നിങ്ങൾ ജോയിൻ ചെയ്യണം. അത് ജോയിൻ ചെയ്ത ഒരു 9,000 രൂപ തന്നു കഴിഞ്ഞാൽ ഈ പൈസയും കൂടി അതിൽ തരും. അങ്ങനെ വിശ്വസിച്ചാണ് മറ്റുള്ള ആൾക്കാരെല്ലാം എന്നോട് ഇവിടെ കേസ് കൊടുക്കാൻ ആൾക്കാർ പറഞ്ഞതാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞു ഫസലൊക്കെ നമുക്ക് പൈസയല്ല വേണ്ടി, നമുക്ക് ട്രേഡ് മോസ് ചെയ്യാനോ ഞാനീ കിട്ടൂല. നിലവിൽ മാഹിയിലെ സ്ഥാപനം അടച്ചുപൂട്ടിയ നിലയിലാണ്. നാദാപുരം സ്വദേശി അമ്പിളി അബ്രഹാം, മകൻ ജിനു, ഇരിട്ടി സ്വദേശി റംല, പേരാവൂർ സ്വദേശി ജിനിൽ, റിയാസ് അബൂബക്കർ, തൃശൂരിലെ യഹ്യ തുടങ്ങി 11 പേരാണ് തട്ടിപ്പ് സംഘത്തിലുള്ളതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇവരിൽ പലരും നേരത്തെ ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പിലെ കുറ്റാരോപിതരും നിലവിൽ അന്വേഷണം നേരിടുന്നവരുമാണ്. പലരിൽ നിന്നുമായി ഏതാണ്ട് 65 കോടിയോളം രൂപ തട്ടിയെടുത്തതായും പരാതിയിലുണ്ട്. വിഷയത്തിൽ ED അന്വേഷണം വേണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. സംഭവത്തിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് മാഹി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫസ്ലുവിന് പിന്നാലെ മറ്റു പലരും പരാതി നൽകാനൊരുങ്ങുകയാണ്. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.